ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മുളപ്രയിലാണ്. കഴിഞ്ഞ ബജറ്റിൽ ഏകദേശം 1 കോടി രൂപ പാസ്സാക്കിയ ഒരു പാലം പണിതുയർത്താൻ പോകുന്ന ഒരു പ്രദേശത്താണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു ഭീമൻ മരം ഇവിടെ കടപുഴകി വീണിട്ടാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന് നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകർ അതിപ്പോൾ മുറിച്ചു മാറ്റുകയാണ്. ആ ഒരു ദൃശ്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇവിടുന്ന് നാട്ടുകാർക്ക് ഇങ്ങനെ പറഞ്ഞു, 1 വർഷമായിട്ട് ഇവിടെ ഇതിൻ്റെ ബജറ്റ് പാസ്സായി കിടക്കുകയാണ്, പക്ഷേ ഇതുവരെയായിട്ട് ഇതിൻ്റെ പ്രവർത്തനമൊന്നും എവിടെ എത്തിയിട്ടില്ല രീതിയിലാണ് നാട്ടുകാർക്ക് സംസാരിക്കുന്നത് കണ്ടത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഏകദേശം ഭരണാനുമതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടെൻഡറിനായിട്ട് കാത്തിരിക്കുകയാണ്. 1 കോടി രൂപയാണ് സർക്കാർ ഇതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടി അത് ഈ 1 കോടി രൂപ തികയാത്തൊരു സാഹചര്യം ഉണ്ടായതിനാൽ 25 ലക്ഷത്തോളം രൂപ ഇനിയും വേണ്ടതായ ആവശ്യം അതിലുണ്ട്. ആയതിനാൽ ഇതിൻ്റെ ഈ പാലത്തിൻ്റെ പണി സർക്കാർ തന്ന 1 കോടി രൂപയിൽ നിന്നും ഇതിൻ്റെ അപ്രോച്ച് റോഡ് പഞ്ചായത്ത് നേരിട്ട് നടത്തുകയാണ് ചെയ്യാൻ പോകുന്നത്. ഭരണാനുമതിയൊക്കെ ലഭിച്ചിരിക്കുന്നതിനാൽ ചില സാങ്കേതിക അനുമതിക്കായിട്ട് കാത്തിരിക്കുകയാണ് എന്നാണ് പഞ്ചായത്തിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മളപ്പോൾ അവിടുത്തെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരെല്ലാം കൂടിയിട്ട് ഈ ഒരു വൻമരം, കടപുഴകി വീണ വൻമരം, ഏകദേശം ഒരുപാട് വലിപ്പമുണ്ടെന്ന് പറയാം. ഈ നമ്മളെ ഈ ജലം ഒഴുകുന്നതിന് തന്നെ തടസ്സം സൃഷ്ടിച്ച രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഇത് കടപുഴകി വീണത്. മാത്രമല്ല ഇവിടെ മഴയായതിനാൽ ഇതിലെ പല മരങ്ങളും, ഇത് ഭീമൻ മരങ്ങൾ പലതും ഇവിടെ വന്ന് തങ്ങിയിട്ട് ഈ റോഡിൻ്റെ മുകളിലൂടെയാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ റോഡ് 2 പ്രധാന ദേവാലയങ്ങൾ, അതായത് അൽഫോൺസയ ചർച്ച്, അതുപോലെ മുളപ്ര ശ്രീ അയ്യപ്പ ക്ഷേത്രം തുടങ്ങിയ പ്രധാന ദേവാലയങ്ങൾ ഈ ഒരു പാലം കടന്നിട്ട് വേണം ഇതിൻ്റെ ഇപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ പാലം ഇവിടെ പണിയാൻ പോകുന്നത്. ഉടൻ തന്നെ ആ പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ നാട്ടുകാരുടെയും കഠിന പ്രയത്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തന്നെ പണിയുണ്ട്. നമ്മൾ അവരുടെ ആ ഒരു കാഴ്ചകൾ കാണാം നമുക്ക് ആ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഞാൻ പോയി പുഴയിലേക്ക് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, വാർഡ് മെമ്പർ KM ഷാജി മുതലായവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടേക്ക് നിർദ്ദേശാനുസരണം മരം മുറിച്ചു മാറ്റാനുള്ള പ്രവർത്തനത്തിലാണ് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും. കുറെ ചപ്പ് പോയാൽ വെള്ളത്തിന്റെ അളവ് കുറയും. ചെറുപുഴ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നാട്ടുകാരുടെ സജീവ സഹകരണമാണ് ഈ ഒരു പ്രവർത്തിക്ക് ഉണ്ടാകുന്നത്. ഇപ്പം നോക്കിയാ പാലത്തിന്റെ അകന്ന്
മനമയക്കും സൗന്ദര്യത്തിനായി ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാൽ സൗന്ദര്യ സങ്കല്പങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി റോഡിന് എതിർവശത്തായി പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ സൗകര്യങ്ങളോടെ അത്യാധുനിക സജ്ജീകരണത്തോടുകൂടിയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. കാലം കരുതി വെച്ച സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന തനത് രീതിയിൽ കാലഘട്ടത്തിന്റെ കാൽച്ചിലമ്പിൽ വർണ്ണമനോഹാരിത ചാർത്താൻ ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. ഞങ്ങളുടെ സേവനങ്ങൾ ഹെയർ കട്ട്, കെരാറ്റിൻ, ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റിയ, സ്മൂത്തനിങ്, കേര സ്മൂത്ത്, പെഡിക്യൂർ, മാനിക്യൂർ, കളർ ഹൈലൈറ്റ്സ്, ബാലയക് കളർ, ഗ്ലോബൽ കളർ, ഹെയർ സ്പാ, ഫേഷ്യൽ, ഹൈഡ്രാ ഫേഷ്യൽ, കൂടാതെ ഗ്രൂ ബ്രൈഡൽ മേക്ക് ഓവർ സൗകര്യവും. ഫോൺ 8921826975. ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ.